എന്തോരം ആളുകളാണെന്ന് കൂടി നിൽക്കുന്നത്. എന്തിനാണെന്നറിയാം, അവിടെ ഒരു കുട്ടി മൂത്രം ഒഴിക്കുന്ന ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് മാനിക്കിൻ പീസ് എന്നാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രസൽസിലാണ്. ബ്രസൽസിലെ ടൗൺ സിറ്റി സെൻറ്ററിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ മനോഹരമായ ഒരു ചർച്ച് കണ്ടു. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ആ മനോഹരമായ ചർച്ചിൻ്റെ ദൃശ്യങ്ങൾ ദൂരെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ മനോഹരമായ പബ്ബുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബ്രസൽസിലെ സിറ്റി സെൻറ്ററിന് നിയറായിട്ടുള്ള ഒരു തെരുവിലൂടെയാണ് പോകുന്നത്. സിറ്റി സെൻറ്റർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സുവനീറുകളൊക്കെ കിട്ടുന്ന ഒരു കട കണ്ടു. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നിരവധി ഷോപ്പുകളൊക്കെ ഉണ്ട്. മനോഹരമായ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് മനോഹരമായൊരു സ്ക്വയറിലാണ്. അപ്പം ട്രേഡേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ട്രേഡേഴ്സൊക്കെ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഇത് ഒരു കാലത്ത് ഇത് കിങ്ങിൻ്റെ കൊട്ടാരമൊക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സ്ക്വയർ എന്നാണ് ഇതിൻ്റെ പറയപ്പെടുന്നത്. ഇപ്പം ചോക്ലേറ്റൊക്കെ കിട്ടുന്ന മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ബെൽജിയം ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ല പേരുള്ളതാണ്. നല്ല കൊച്ചുകുട്ടികളുടെ നല്ല ക്ലോത്തൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ബ്രസൽസിൻ്റെ തന്നെ പേരെഴുതിയ ടീഷർട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും സുവനീറുകൾ ആവശ്യത്തിന് കിട്ടും. പ്രത്യേകതരം ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന ധാരാളം കടകളുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ധാരാളം ക്രൗഡുണ്ട്. അവിടെ മാജിക് ഷോകളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. പയ്യനവിടെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇത് കാണാൻ വേണ്ടി കൂടിയ ആളുകളാണ് ഇതെല്ലാം. ഈ ആൾക്കൂട്ടം കണ്ടില്ലേ? ഈ ആൾക്കൂട്ടം നിൽക്കുന്നത്, ഈ യൂറിൻ പാസ് ചെയ്യുന്ന കുട്ടിയുടെ പ്രതിമയുടെ പേരാണ് മാനിക് ഇൻ പീസ്. ബ്രസൽസ് സിറ്റിയിലെ തന്നെ ഫേമസ് ലാൻഡ്മാർക്കിൽ ഒന്നാണ് മാനിക്കിൻ പീസ്. ഇതിന് പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. പണ്ട് ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരു കുട്ടി മൂത്രമൊഴിച്ചാണ് തീ കെടുത്തിയെന്ന് പറയപ്പെടുന്നു. പിന്നെ ഒരു കുട്ടിയെ കാണാതെ പോയി. ആ കുട്ടിയെ പിന്നെ കണ്ടു കിട്ടുന്ന സമയത്ത് മാതാപിതാക്കൾ കണ്ടത് മൂത്രമൊഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. വർഷത്തിൽ ഓരോ പ്രാവശ്യം ഇതിൽ നിന്ന് ബിയർ, അത് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ബിയർ അവർ പ്രൊഡക്റ്റ് ചെയ്യത്തുള്ളൂ. അടുത്തുള്ള കടയിലെ ബ്രസൽസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേടിക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചോക്ലേറ്റ് ആണ്. ധാരാളം ടൂർ കമ്പനിക്കാർ അവരുടെ ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാഴ്ചകൾ കാണാം. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാണ്. വീണ്ടും നമ്മൾ ഗ്രാൻഡ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇത് കിങ്സിൻ്റെ ഹൗസായിട്ടാണ് ആദ്യം ഉപയോഗിച്ചത്. പിന്നീട് ഫംഗ്ഷനുകളൊക്കെ നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ടൗൺ ഹാൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പല ആർക്കിടെക്ട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 1698 എത്ര നാൾ മുമ്പായി ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കിയേ. അതിന് മുകളിലുള്ള ആ സ്വർണ്ണ കുതിരയും ഒക്കെ കാണാൻ വേണ്ടി എന്ത് രസമാണ്. പക്ഷെ ഇത് പണിത് കഴിഞ്ഞാണ് രണ്ട് വശങ്ങളിലും ചെറിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായത്. പക്ഷെ എന്നാലും അത് ഇവിടെ നിലനിർത്തി. അങ്ങനെ ബ്രസൽസിലെ ഗ്രാൻഡ് സ്ക്വയറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ബ്രസൽസിലെ മറ്റ് കാഴ്ചകൾ യൂറോപ്പിലെ മറ്റ് കാഴ്ചകളുമായിട്ട് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.